കഴിഞ്ഞ ഏപ്രിൽ 18-ന് വയറുവേദനയുമായി റാസൽ ഖൈമയിലെ ആശുപത്രിയിലെത്തിയതാണ് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സ്വദേശി സോജി സെബാസ്റ്റ്യൻ. വയറുവേദന കലശലായതോടെ പിറ്റേന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. അന്നു മുതൽ ഇന്നുവരെ സോജി ഇതേ കിടപ്പിലാണ്. പാൻക്രിയാറ്റിറ്റിസ് രോഗം കടുത്തു. പാൻക്രിയാസിൽ ഫ്ലൂയിഡ് നിറഞ്ഞു. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി UAEയിലെ ചില ആശുപത്രികളിൽ അന്വേഷിച്ചപ്പോൾ 1 ലക്ഷം ദിർഹം വരെ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. 100,000 ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു. 100,000 ദിർഹംസ്. അപ്പം നമ്മൾക്ക് അവനാണെങ്കിൽ ഇൻഷുറൻസ് ഇല്ല, മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. നമ്മളെ കൊണ്ട് അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് അത്ര ഫണ്ട് റേസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല നമുക്ക്. റാസൽ ഖൈമയിലെ കാറ്ററിംഗ് സ്ഥാപനത്തിലാണ് 1.5 വർഷത്തോളമായി സോജി ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷം ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല. റെഡ് ക്രസന്റിന്റെ അടക്കം സഹായത്തോടെയാണ് നിലവിലെ ചികിത്സ. കുറച്ചും കൂടി ഫെസിലിറ്റീസ് ആയിട്ടുള്ള നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവന് കൂടുതൽ നല്ല രീതിയിലേക്ക് അവന്റെ ഫ്യൂച്ചറും കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് വരും ചെയ്യും. സുഹൃത്തുക്കളായ സോജിയും അനിലും ജാനുമെല്ലാമാണ് ആശുപത്രിയിലെത്തി കാര്യങ്ങൾ നോക്കുന്നത്. വിവിധ ഇന്ത്യൻ അസോസിയേഷനുകൾ, കേരളത്തിലെ ചില ജനപ്രതിനിധികൾ എന്നിവരോടെല്ലാം സഹായം ചോദിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. സോജിയുടെ ഭാര്യ സ്മിതയും 7ഉം 5ഉം വയസ്സുള്ള 2 മക്കളും നാട്ടിൽ വാടക വീട്ടിലാണ് കഴിയുന്നത്. എയർ ആംബുലൻസിൽ സോജിയെ നാട്ടിലെത്തിക്കാനും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനും കരുണയുള്ളവർ കനിയണമെന്നാണ് ഇവരുടെ അപേക്ഷ. ഈ കാണുന്ന ആശുപത്രിയിലാണ് 3 മാസത്തോളമായി സോജി സെബാസ്റ്റ്യൻ കഴിയുന്നത്. കരുണയുള്ളവർ സഹായിച്ചാൽ ജീവിതത്തിലേക്ക് സോജിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. റാസൽ ഖൈമയിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.